വന്നതും പോയതും ഒന്നും ആരും അറിയുന്നില്ല. വലിയൊരു യാത്രയാണ്. അത് തിരഞ്ഞെടുക്കുന്ന വഴി വ്യത്യസ്തമാണ്. നമുക്കൊരു വേറെ എക്സ്പീരിയൻസ് ആയിരുന്നു. പ്രസ് മീറ്റിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഉണ്ടെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ എല്ലാവരോടും പറയാൻ തുടങ്ങിയത്. കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലാവും. എൻ്റെ ആദ്യത്തെ സിനിമയാണ്. കഥാ തിരക്കഥ സംഭാഷണം സംവിധാനം ചെയ്തിരുന്നത് ഞാൻ തന്നെയാണ്. ഈ സിനിമയെക്കുറിച്ച് എനിക്കൊരുപാട് സ്വപ്നങ്ങളുണ്ട്. ഒപ്പം എൻ്റെ കൂടെ യാത്ര ചെയ്ത ഈ ജൂനിയേഴ്സ് ജേണി എന്ന സിനിമയിലൂടെ യാത്ര ചെയ്ത എല്ലാവർക്കും സ്വപ്നങ്ങളുണ്ട്. ഈ സ്വപ്നങ്ങളുടെ ഒരു സാക്ഷാത്കാരമാണ് ഈ സിനിമ. ഈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സൈനിക ചവക്കറിന്റെ 7ാമത്തെ സിനിമ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എല്ലാവരുടെ അനുഭവത്തോടെയിട്ട് നമുക്ക് നമ്മുടെ മോഷൻ പോസ്റ്റർ റിലീസ് ചെയ്യാം. ഓക്കെ, നന്നായിരുന്നോ? താങ്ക് യു ഓൾ. ഇനി നമുക്ക് നമ്മുടെ താരങ്ങളാണ് ഇതിൽ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നത്. അധികം മൈക്കിലേക്കൊന്നും പരിപാടിയില്ല. ആദ്യമായിട്ട് സുല്ലേട്ടൻ നമ്മളോട് സംസാരിക്കും. ആദ്യമായി എൻ്റെ ഒരു ബീജമുടലെടുക്കുന്ന എനിക്ക് സ്ക്രിപ്റ്റ് റൈറ്ററുടെ കയ്യിലായിരിക്കും. അല്ലെങ്കിൽ ആദ്യം ഒരു സിനിമ എടുക്കാൻ പ്രൊഡ്യൂസ് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു ഗ്രൂപ്പുണ്ട്, സംവിധാനം. അതൊക്കെ കഴിഞ്ഞിട്ട് സിനിമ റിലീസ് ചെയ്യാവുന്ന ഒരു വലിയൊരു യാത്രയാണ്. പലപ്പോഴും യാത്ര പകുതി വെച്ച് യാത്രയിൽ തടസ്സങ്ങൾ ഉണ്ടാവാം. അങ്ങനെ പൂർത്തീകരിക്കുന്ന യാത്രകളുണ്ട്. അങ്ങനെ പൂർത്തീകരിക്കുന്ന ഒരു യാത്ര ആ സിനിമയുടെ ഒപ്പം യാത്ര ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് വളരെ സന്തോഷം തരുന്നൊരു നിമിഷമാണ്. എല്ലാ സിനിമകളും അവസാനിച്ച് റിലീസായിട്ടാവുമ്പോൾ അതിൽ പങ്കെടുത്ത ഒരാളെന്ന നിലയ്ക്ക് സന്തോഷമുണ്ടാകും. അതുപോലത്തെ ഒരു സന്തോഷമാണ്. ജൂനിയേഴ്സ് സംവിധായകൻ പറഞ്ഞല്ലോ, അതിലെ നായകനുണ്ടാകുന്ന ഒരുപാട് പ്രതിസന്ധികളുണ്ട് ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തുന്ന. ആ പ്രതിസന്ധികളിൽ മെയിൻ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരാളായിട്ടാണ് ഞാൻ ഇതിൽ അഭിനയിക്കുന്നത്. കുറച്ച് തമാശ എന്തെങ്കിലും ഒരുപാട് വില്ലനിസൊക്കെ ഉള്ള ഒരു കഥാപാത്രമാണ് എൻ്റെ കഥാപാത്രം. വളരെ ആസ്വദിച്ച് ചെയ്തൊരു സിനിമയാണ്. എന്തായാലും ചെറിയ സിനിമകൾക്കാണെങ്കിലും ഇപ്പോൾ സിനിമയുടെ ഒരു വലിയൊരു പോസിറ്റീവ് സൈഡിൽ നിന്ന് പറഞ്ഞപ്പോൾ ഇന്ന് കാലത്ത് സിനിമ സ്റ്റാറുകളോ അല്ലെങ്കിൽ അഭിനേതാക്കളോ ഉപരിയായിട്ട് അതിൻ്റെ ഒരു കണ്ടന്റ് വൈസ് ഒരുപാട് സ്വീകാര്യത കിട്ടുന്നൊരു സമയമാണിത്. അപ്പോൾ അത്തരത്തിൽ ഒരു കണ്ടന്റുള്ളൊരു സിനിമയാണ്. ആദ്യത്തെ ഒരു പുഷപ്പിന് എന്തായാലും മാധ്യമങ്ങളുടെയൊക്കെ സഹായം വളരെയധികം സഹായിക്കും. അത്തരത്തിൽ ഒരു സഹകരണമാണ് നിർമ്മാതാക്കളും നമ്മൾ പങ്കെടുത്തവരൊക്കെ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ചെയ്യുക. സിനിമയ്ക്ക് ഞാൻ എല്ലാ ആശംസകളും നേരുന്നു. ഇതുപോലെ അടുത്തൊരു മീറ്റിങ്ങിൽ ഈ സിനിമയുടെ ഒരു വിജയം ആഘോഷിക്കാൻ നമുക്ക് ഒന്നിച്ചു കൂടാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഓൾ ദ ബെസ്റ്റ്. ഒരു പടം ചെയ്തു. പിന്നെ അതിനുശേഷം നമ്മുടെ ഈ പടം, പിന്നെ കംപ്ലീറ്റ് ഡ്രോണിലുള്ളൊരു സിനിമ ചെയ്തു. അത് ഒരു അവാർഡിന് വേണ്ടിയിട്ടുള്ളൊരു സിനിമയാണ്. ഫുൾ ഷൂട്ട് ചെയ്തിരിക്കുന്നത് ഡ്രോണിലാണ്. അത് നമുക്കൊരു വേറൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. മണികണ്ഠ രാജാരി നായകനായിട്ടുള്ളൊരു പടം ചെയ്ത്. പിന്നെ ഇനി അടുത്തത് ഷൂട്ട് ചെയ്യാനിരിക്കുന്നത് എനിക്കത് പറയാൻ തന്നെ പേടിയാണ്. കാരണം ദൃശ്യം 3-ലാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. പക്ഷെ അതിങ്ങനെ എനിക്കിങ്ങനെ ഡേറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ഡേറ്റ് പറഞ്ഞു, പിന്നെ അങ്ങനെ ഡേറ്റ് മാറി. പിന്നെ 1-ാം തീയതി പറഞ്ഞു, ആ ഡേറ്റ് മാറി. ഇനി എനിക്ക് പറഞ്ഞിരിക്കുന്നത് 18-ാം തീയതിയാണ്. അപ്പൊ ഈ സിനിമ എന്ന് പറഞ്ഞാൽ നമ്മൾ അഭിനയിച്ചതിന് ശേഷമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് ഹൃദയപൂർവ്വം പോലും ഞാൻ ട്രെയിലറിലുണ്ടെന്ന് പറഞ്ഞതിന് ശേഷമാണ് ഞാൻ എല്ലാവരോടും പറയാൻ തുടങ്ങി. കാരണം നമ്മള് ഉണ്ടോ ഇല്ലോ ഒന്നും നമുക്ക് അറിയില്ലല്ലോ. നേരത്തെ ചെയ്തത് പറഞ്ഞ പോലെ ചെയ്ത് എന്നിട്ട് നമ്മൾ ഇല്ലെങ്കിൽ കിട്ടുന്നില്ല. അപ്പൊ അതുപോലെ ഇനി ദൃശ്യം 3-ആണെങ്കിൽ എനിക്ക് ഷൂട്ടുണ്ട്. അറിയില്ല, എനിക്ക് അതാണ് ആഗ്രഹം. എന്നുവെച്ചാൽ ഉറപ്പായിട്ട് ഞാൻ എല്ലായിടത്തും പോയി പറയും, ഞാൻ ശരിക്കും ലാലേട്ടൻ ഇല്ലാതെയാണ് ഞാൻ അഭിനയിച്ചത് വീഡിയോ കോളിൽ. പക്ഷെ ഉറപ്പായിട്ട് ലാലേട്ടൻ എന്നെ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് പ്രാവശ്യം എന്നെ കണ്ടിട്ടുണ്ടാവും. കാരണം ഞാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അതിന്റെ കറക്റ്റ് ആണ് ലാലേട്ടൻ തിരിച്ച് എക്സ്പ്രഷൻ കിട്ടിയിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഉറപ്പായിട്ട് എന്നെ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഈ കൃഷ്ണഗിരിയിൽ അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. താങ്ക് യു. കുട്ടികൾക്കായിട്ട് ഒരു സിനിമ ഒരു ഇല്ലായിരുന്നു. പക്ഷെ അതേപോലെ സോഷ്യൽ മീഡിയയിലെല്ലാം ചർച്ച ചെയ്യുന്നത്
പറയുന്നത് പോലെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. അപ്പം നമ്മളത് അഡ്രസ്സ് ചെയ്തു. ഇനി ജൂറിസിന്റെ ഭാഗത്ത് ഉറപ്പായിട്ടും എന്തെങ്കിലും ഒരു മറുപടി തരാതിരിക്കില്ല. അത് എന്തായാലും അവരുടെയും കൂടെ അഭിപ്രായം നമ്മൾ കേൾക്കേണ്ടതായിട്ടുണ്ട്. അപ്പം അതിനുശേഷം ഒരു അഭിപ്രായം പറയുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. സിനിമകൾ ചെയ്യുമ്പോൾ ആളുകളിലേക്ക് കൂടുതൽ റെക്കഗ്നൈസ് ചെയ്യപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന മെസ്സേജ് ആളുകളിലേക്ക് ചെല്ലുന്നത് എപ്പോഴും ഫീലുണ്ടോ? പ്രൈവറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഇപ്പോൾ ചേട്ടത് രണ്ടും പറഞ്ഞപ്പോൾ എനിക്ക് പ്രത്യേക സന്തോഷം. കാരണം പ്രൈവറ്റ് വന്ന് കണ്ടതിന് സംസാരിക്കുന്ന ആൾക്കാർ ഞങ്ങളുടെ ഭയങ്കരമാണ്. കാരണം പ്രൈവറ്റ് വന്നതും പോയതും ഒന്നും ആരും അറിയുന്നില്ല. കാരണം അതിന് ഒരു വലിയ പ്രമോഷനുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതിന് ഈ പറയുന്ന സെൻസർ ബോർഡിന്റെ ഒക്കെ ഇഷ്യൂസ് ഒരുപാട് ഉണ്ടായിരുന്നത് കൊണ്ടും അതിന്റെ സീനും കാര്യങ്ങളും എല്ലാം ഒരുപാട് കട്ട് ചെയ്യപ്പെടുന്നത് വന്നതുകൊണ്ടും ഒക്കെ അതിന്റെ റിലീസ് ഡേറ്റും ഒക്കെ മാറി മാറി വന്നുകൊണ്ടിരുന്ന ഒരു സിനിമയാണ് പ്രൈവറ്റ്. അപ്പം ഇനി അത് എല്ലാവരെയും പോലെ ഞാനും അത് OTT വരാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളാണ്. അപ്പം ഈ പറയുന്ന പ്രേക്ഷകരുടെ റെസ്പോൺസ് എത്തില്ല എന്നതിന് പകരം നമുക്ക് ഇനിയും ചിന്തിക്കാം. പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നില്ല. ആക്ച്വലി പ്രൈവറ്റ് ആയിരുന്നു, അതായത് അങ്ങനെ ഒരു സിനിമയുണ്ട്, ഇതിന്റെ രണ്ടും ഇങ്ങനെയാണ് എന്നുള്ളത് സിനിമയുടെ കൂടെ ഉത്തരവാദിത്തമാണ് ആൾക്കാരെ അറിയിക്കുക എന്നുള്ളത്. അപ്പം അത് പക്ഷെ ഇപ്പൊ കുറച്ചുകൂടെ പറ്റുന്നുണ്ട്. ഇപ്പം അത് വാർത്തകളിലായാലും ഒക്കെ അത്യാവശ്യം ന്യൂസ് ചാനലിലും ഒക്കെ വന്ന് നമുക്കിപ്പോൾ അറിയാം ഇങ്ങനെ ഒരു സിനിമയുണ്ട്, അതിൽ പിന്നെ ഇന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇതിന്റെ കണ്ടന്റ് ഇതാണ് എന്നൊക്കെയുള്ളത് നമുക്കൊരു ധാരണ ഉണ്ട്. അതുകൊണ്ട് ഇപ്പം ആൾക്കാർ സിനിമയായിട്ട് കാണുമ്പോൾ പറയുന്ന കാര്യം പ്രൈവറ്റ് കണ്ടിട്ടില്ല, ഞങ്ങൾ OTT വരാനായിട്ട് വെയിറ്റ് ചെയ്യണം. അപ്പം അവർക്ക് വേണ്ടി ഞാനും കൂടെ വെയിറ്റ് ചെയ്ത ആളാണ്. ഇത് OTT വരാനും അങ്ങനെ ഒരുപാട് പേര് കാണാനും പ്രേക്ഷകരിലേക്ക് എത്താനും എന്നിട്ട് അഭിപ്രായങ്ങൾ കേൾക്കാനും ഞാൻ വെയിറ്റ് ചെയ്തതാണ്. ഒരു ഇന്റർവ്യൂവിന്റെ അടിയിൽ വന്നൊരു കമന്റ് ഇങ്ങനെയായിരുന്നു: യുക്തിബോധമില്ലാത്ത ന്യൂജൻ ഫീൽഡുകൾക്കിടയിൽ വേറിട്ടൊരു ചിന്താഗതിയുള്ളൊരു കുട്ടി. അതൊരു വലിയ പ്രതീക്ഷയാണ് നടന്നിരുന്നത്. ശരിക്കും മീനാക്ഷിക്ക് ഇത്തരത്തിലുള്ള അറിവുകളൊക്കെ നൽകുന്നത് വായനയിൽ നിന്നാണ്. ഇത്തരത്തിലുള്ള അറിവ് എല്ലാവർക്കും നിങ്ങൾ ഓരോരുത്തർക്കും എവിടെ നിന്ന് വേണമെങ്കിൽ കിട്ടാവുന്നതാണ്. പിന്നെ നമ്മളത് തിരഞ്ഞെടുക്കുന്ന വഴി വ്യത്യസ്തമാണ് എന്നുള്ളതേ ഉള്ളൂ. ചിലപ്പോൾ നമ്മൾ പല ആൾക്കാരും പറഞ്ഞു കേട്ട കാര്യങ്ങളിൽ വിശ്വസിക്കുന്നതാവാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ എവിടെയെങ്കിലും കണ്ടുപിടിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ആവാം. ഞാനും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. എപ്പോഴും പുതിയ പുതിയ കാര്യത്തെ പറ്റി അറിയാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അങ്ങനെ ഒരു വിഷയത്തെ പറ്റി കേൾക്കുമ്പോൾ നമ്മൾ അതിനെപ്പറ്റി തപ്പി നടക്കുമല്ലോ, ഇതെന്താണ് എങ്ങനെയാണ് എന്നുള്ളത്. അങ്ങനെ തപ്പി കണ്ടുപിടിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് എവിടെ നിന്നും കിട്ടുന്നതല്ല. മീനാക്ഷി ദൈവവിശ്വാസിയാണോ? ചോദ്യാശാനിയുടെ പ്രസ് മീറ്റിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഈ ചോദ്യത്തിനുള്ള ഉത്തരം കാരണം ഇപ്പം എസൻസിന്റെ ഒരു ഇന്റർവ്യൂവിലാണ് അതിന്റെ താഴെ വന്ന കമന്റ്സിനെ പറ്റിയാണ് ചേച്ചി പറയുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം ഞാൻ അങ്ങനെ ഒരുപാട് ഇന്റർവ്യൂസ് ഒന്നും കൊടുത്തിരുന്ന ആളല്ല. ഈ അടുത്താണ് ഞാൻ 1-2 പോഡ്കാസ്റ്റ് ചെയ്തത്. അപ്പോഴാണ് ഇത്തരം കമന്റ്സ് വരെയും ഞാൻ എൻ്റെ ചിന്തകളെല്ലാം FB കൂടെയാണെങ്കിലും ഒക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നത്. അപ്പം ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് സയൻസിനെ പറ്റി പറഞ്ഞപ്പോൾ ഉണ്ടായിരുന്ന ഒരു സംശയവും ആശങ്കയും ഒക്കെ ആയിരുന്നു ഈ പറഞ്ഞിട്ടുള്ളൊരു വിഷയം. പക്ഷെ അതിനെപ്പറ്റി ഞാൻ വളരെ വിശദമായിട്ടൊരു പോസ്റ്റ് FB ഇട്ടിട്ടുണ്ട്. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്: ഏത്തിസ്റ്റ് ആണോ എന്ന ചോദ്യത്തിന് റാഷണൽ ആണ് എന്നതാണ് ഉത്തരം എന്നാണ്. അതൊന്ന് വായിച്ചു നോക്കാം, അപ്പോൾ കുറച്ചുകൂടെ കൂടുതൽ മനസ്സിലാവും. സന്തോഷം. യൂണിവേഴ്സിറ്റിയുടെ റിലീസിന് തീയതി നിശ്ചയിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുകയാണ്. ഞങ്ങൾക്ക് ആകെ സെൻസർ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് മാത്രമാണ് വരേണ്ടത്. അതിനുള്ള ആപ്ലിക്കേഷൻസ് എല്ലാം കൊടുത്തു കഴിഞ്ഞു. അതിന്റെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നത് വളരെ ചെറിയ സമയം കൊണ്ട് തന്നെ സെൻസർ പൂർത്തീകരിച്ച് കിട്ടും. വേറെ കോംപ്ലിക്കേഷൻസ് ഒന്നുമില്ല. അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ എനിക്ക് നവംബറിൽ തന്നെ റിലീസിന് വേണ്ടി അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ പ്രസ് മീറ്റ് നടക്കുന്നത്. അപ്പോൾ നവംബറിൽ തന്നെ സിനിമ തിയേറ്ററിലേക്ക് എത്തും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ്റെ ഭാഗത്തു നിന്നുള്ള നമ്മുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ മോഹൻ ചേട്ടനോട് എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഈ പ്രോഗ്രാം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് കൂടി വന്നിട്ടുള്ളതാണ്. അദ്ദേഹത്തിൻ്റെ ഇവിടെ ശ്രീ മോഹൻ ചേട്ടൻ വളരെ വർഷങ്ങളായിട്ട് സിനിമയിലുള്ള ആളാണ്. സിനിമ മേഖലയിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്തത്. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങനെ OTTയുടെ കാര്യം ചർച്ച ചെയ്ത് നടക്കുന്നത് തിയേറ്ററിലേക്ക് എത്ര തിയേറ്ററിലേക്ക് വരണം, അതുപോലെ ആ രീതിയിൽ വളരെ കൃത്യമായിട്ട് അതിൻ്റെ പ്രചരണ മാധ്യമങ്ങൾ പ്രധാനമായിട്ട് സോഷ്യൽ മീഡിയ തന്നെയായിരിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഇന്നത്തെ യൂത്ത് അത്ര കണ്ട് സോഷ്യൽ മീഡിയയെ വിശ്വസിക്കുന്നുണ്ട്, അവരാഹ്ലാദിക്കുന്നുണ്ട്. അവരുടെ ചിന്തകളും അവരുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. അപ്പോൾ യൂത്തിൻ്റെ സിനിമയാണത്. അപ്പോൾ തീർച്ചയായിട്ടും സീനിയേഴ്സായിട്ടുള്ള വിജയരാഘവൻ ചേട്ടൻ
ഉൾപ്പെടെ സുധീരൻ ഉൾപ്പെടെ സുനിലൻ ഉൾപ്പെടെയുള്ള സീനിയേഴ്സ് അഭിനയിച്ചിട്ടുള്ള സിനിമയാണ്. വളരെ ഡെപ്തുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള സിനിമയാണ്. പക്ഷേ ഇത് യൂത്തിൻ്റെ സിനിമയാണ്, ജൂനിയേഴ്സിൻ്റെ സിനിമയാണ്. അപ്പം തീർച്ചയായിട്ടും സോഷ്യൽ മീഡിയയിലൂടെ ഇതിൻ്റെ പ്രചരണം ഞങ്ങൾ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്തായാലും തന്നെ ഈ നവംബറിൽ തന്നെ റിലീസ് എന്ന നിലയ്ക്ക് തന്നെയാണ് ഞങ്ങൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിന് ജഗദീശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥനയോടെ തന്നെ കാത്തു നിൽക്കുകയാണ്. ഒപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. തീർച്ചയായും സിനിമ വലിയൊരു വിജയമായിട്ട് ഞങ്ങൾ ആശംസിക്കുന്നു. നല്ല സിനിമകൾ ഒരിക്കലും മലയാളികളെ കൈവിട്ടിട്ടില്ല, എല്ലാം വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയും ജൂനിയേഴ്സ് ജേർണി നല്ലൊരു സിനിമയായി മാറട്ടെ. വലിയൊരു ഇതിൻ്റെ സക്സസ്സിൽ ഞങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തീർച്ചയായും അങ്ങനെ ആശംസകൾക്ക് നന്ദി അറിയിക്കുന്നു. ഒപ്പം എനിക്കുള്ളത് ചോദ്യങ്ങൾ തുടരണം. അതിന് ആണോ ഒരു നമുക്കൊരു സെക്കൻഡ് ഒരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ട് ഒരു ഗാനം നമ്മുടെ ഡോക്ടർ സാർ ആലപിക്കും. ശ്രീ മുരളി ജയൻ അദ്ദേഹം അതിൻ്റെ ആ പാട്ടിനൊപ്പം ഉണ്ടാവും. ശ്രീമതി നമ്മുടെ അതിശ്വ നമ്മുടെ ഇതിനൊപ്പം ഉണ്ടാവും. എനിക്ക് മനസ്സിലായ കാര്യം നമ്മുടെ മെയിൻ ബിഗ് സ്ക്രീനിലേക്ക് വരേണ്ട ആളാണ്. ഇദ്ദേഹത്തിന് നേരത്തെ പറഞ്ഞ പോലെ ജൂനിയേഴ്സ് ജേണി എന്ന സിനിമയിൽ നമ്മുടെ മോഷൻ പോസ്റ്റർ കണ്ടപ്പോൾ അതിലെ ഒരു മുഖമായിട്ട് അത് വന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ്, അടുത്ത ഡിസംബർ ജനുവരി മാസം അനൗൺസ് ചെയ്യാൻ പോകുന്ന എൻ്റെ സിനിമയിൽ ലീഡ് റോള് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയായിരിക്കും ശ്രീ മുരളി ജയൻ എന്നുള്ളത് ഞാൻ അറിയിക്കുന്നു. ഏതൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിൽ, കാരണം ഞാൻ പറയാൻ കാരണം എനിക്കൊരു ഫോൺ കോൾ വന്നിട്ടുണ്ടായിരുന്നു. മുരളി ജയനൊക്കെ നിങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിനാണ് ഞാൻ പ്രൊമോട്ട് ചെയ്യുന്നത്. മലയാള സിനിമയിൽ നമ്മൾ സാധാരണക്കാരനായി വളർന്നു വന്ന ഒരാളാണ്, അല്ലെങ്കിൽ വളർന്നു വരുന്ന ഒരാളാണ്, ഒരു വിദ്യാർത്ഥിയാണ്. ആരോടും ഒരു തരത്തിലുള്ള വേർതിരിവുകളുമില്ലാതെ ശ്രീ മുരളി ജയൻ അദ്ദേഹം ബിഗ് സ്ക്രീനിലേക്ക് വരുന്ന ഒരു സിനിമ ഉറപ്പായിട്ടുണ്ടാവും. ഞാനോട് ഒരു അറിയിപ്പായിട്ട് നമ്മൾ പറയും. എന്നെ തൊട്ട കൈ പൊള്ളും. കാര്യം ആ സൈസ് ശത്രുക്കളാണ് എൻ്റെ അച്ഛൻ്റെ വീട്ടുകാർ. പക്ഷേ ഇദ്ദേഹം ആ വെല്ലുവിളിയൊക്കെ ഏറ്റെടുക്കുകയാണ്. നമ്മുടെ സൈനു ചാവക്കാടൻ സാറ്, അദ്ദേഹത്തിനും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്നെ സിനിമയിലെടുത്തതിന് അദ്ദേഹവും വെല്ലുവിളി ഏറ്റെടുക്കുകയാണ്. ഇപ്പം ചെയ്ത ഈ ഒരു പെർഫോമൻസ് സത്യത്തിൽ ഞങ്ങൾക്ക് ട്രെയിനിങ് ഒന്നും ഇല്ലാതെ ഇന്നലെ അദ്ദേഹം പറഞ്ഞു ബെൻസിൽ ചുമ്മാ ഒന്ന് ചെയ്തേ ഉള്ളൂ, എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണം, ഞങ്ങൾ രണ്ടുപേരോടും നിങ്ങളോടും ക്ഷമിക്കണം, ഞങ്ങൾ ഒരു സന്തോഷത്തിന് വേണ്ടി ചെയ്തേ ഉള്ളൂ. പിന്നെ ഇപ്പം പറഞ്ഞ പോലെ എന്നെ ഈ മോളോട് ഇന്നലെ സുലുഭായി പറഞ്ഞായിരുന്നു ഇങ്ങനെ സംഭവമുണ്ട്. അപ്പം ഈ ചെറിയ സംഭവം നിങ്ങൾ ഇട്ട് കൊടുത്തതിൻ്റെ ആ വീഡിയോ ഒക്കെ കണ്ടുകൊണ്ടാണ് കുഞ്ഞു അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു, സന്തോഷം. പിന്നെ ഇപ്പം ഒരു സിനിമയിൽ എനിക്ക് നല്ലൊരു ലീഡിങ് കഥാപാത്രത്തെ തരുന്നതിൽ അതിൽ ഒരുപാട് സന്തോഷം. പിന്നെയും നിങ്ങളുടെ എല്ലാം ഭാഗമാക്കണമെന്ന് ഞാൻ വിനീതമായി പറയുന്നു. എല്ലാവരും ഒറ്റക്കെട്ടോട് നിൽക്കണം. താങ്ക് യു.